ഈ അടുത്ത കാലത്ത് നമ്മൾ എന്നും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വേർഡായിരിക്കാം ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ. എന്താണ് ശരിക്കും ബ്രെയിൻ ഫോഗ്? നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് മറന്നു പോവുക, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, സംസാരിക്കുമ്പോൾ ശരിയായ വാക്കുകൾ പുറത്തു വരാതിരിക്കുക, തല കുറച്ച് ദിവസങ്ങളായി വല്ലാതെ ഭാരം തോന്നുക, ഇതൊക്കെയാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം നിങ്ങൾ ഒരിക്കലും വീക്കായി എന്നുള്ളതല്ല, നിങ്ങളുടെ ബ്രെയിൻ ടയേർഡായി എന്നുള്ളതാണ്. ഉറക്കമില്ലാത്ത രാത്രികളും ഇടതടവില്ലാത്ത സ്ക്രീൻ ടൈമും സമയത്തല്ലാത്ത ഭക്ഷണങ്ങളും സ്ട്രെസ്സും അങ്ങനെ എല്ലാം കൂടി ബ്രെയിനിനെ ആകെ ടയേർഡാക്കിയിരിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഞാനിപ്പോൾ വളരെ സ്ലോ ആണ്, എനിക്കിപ്പം പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാനിപ്പം ഭയങ്കര ലേസിയായി എന്നൊക്കെ. ഈ കാര്യങ്ങളാണ് ബ്രെയിൻ ഫോഗ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം. ഇനി ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് ഉറങ്ങുക, നന്നായി വെള്ളം കുടിക്കുക, നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക, സൺലൈറ്റ് ഒക്കെ കുറച്ച് കൊള്ളുക, അനാവശ്യമായ ഫോൺ യൂസേജ് മാക്സിമം കുറയ്ക്കുക. 15 മിനിറ്റ് ഒരു ദിവസം നടക്കാനായാൽ വളരെ നല്ലത്. നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും നല്ലൊരു എനർജി കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങളൊരു നല്ല ഹാബിറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റും. നിങ്ങളുടെ ചിന്തകൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ എനർജി തിരിച്ചു വന്നതായിട്ടും നിങ്ങൾക്ക് തോന്നും. ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗാവസ്ഥയൊന്നുമല്ല. ബ്രെയിൻ ജസ്റ്റ് ടയേർഡ് ആയതാണ്. ടേക്ക് കെയർ ഓഫ് യുവർ ബ്രെയിൻ.